ഓം ശ്രീ ഗുരുഭ്യോ നമഃ. മൊബൈൽ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും കൂട്ടുകാരുടെയുമൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ ലക്ഷ്യം മറന്ന് സ്വാർത്ഥമോഹങ്ങളുടെ പിന്നാലെ പോകുന്നു. ഇൻ്റർനെറ്റിലും TV ചാനലുകളിലും മറ്റും നല്ലതും ചീത്തയുമായ പലതുമുണ്ട്. അവയോരോന്നും കണ്ട് കുട്ടികൾ അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ക്രമേണ അവയിൽ കാണുന്ന പലതിനോടുമുള്ള ആഗ്രഹം ശക്തമാകും. ഒടുവിൽ പഠനവും ജീവിതം തന്നെയും നഷ്ടമാകും. മൊബൈലും ഇൻ്റർനെറ്റും ഒന്നും വേണ്ടെന്നല്ല, പക്ഷേ അവയുടെ അതിരുകൾ അവർ മനസ്സിലാക്കിയിരിക്കണം. രക്ഷിതാക്കൾ അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വഴിതെറ്റിക്കുന്ന മറ്റൊരു ശീലമാണ് അനുകരണഭ്രമം. ഇതുമൂലം സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. മറ്റുള്ളവരെ നോക്കിയിട്ടാകും നമ്മൾ എന്താകണമെന്നും എന്തു ചെയ്യണമെന്നും തീരുമാനിക്കുന്നത്. കൂരയിൽ താമസിക്കുന്ന നിർധന കുടുംബത്തിലെ കുട്ടികൾ പോലും കോളേജിലെത്തുന്നതിന് മുൻപ് തന്നെ സ്കൂട്ടറും ബൈക്കും ഒക്കെ വേണമെന്ന് വാശി പിടിക്കും. വീട്ടിൽ നിന്നും കോളേജിലേക്ക് 1 കിലോമീറ്റർ പോലും ദൂരമില്ലെങ്കിലും ബൈക്കില്ലാതെ പഠിക്കാൻ പോകില്ലെന്ന് കുട്ടികൾ വാശി പിടിക്കുന്നു. അച്ഛനമ്മമാർ എങ്ങനെയും അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പാടുപെടുന്നു. ചിലർ ധനസമ്പാദനത്തിനായി മയക്കുമരുന്ന് മാഫിയകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വരെ തയ്യാറാകുന്നു. പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് അവർ ആഗ്രഹിച്ചാൽ പോലും തിരിച്ചു വരാനാകാതെ നശിക്കുന്നു. വിദ്യാലയങ്ങൾ ഇളം തലമുറയുടെ കഴിവുകൾ വാർത്തെടുക്കേണ്ട കേന്ദ്രങ്ങളാണ്. അതോടൊപ്പം അവരുടെ സ്വഭാവ രൂപീകരണവും അവിടെ സാധ്യമാകണം. ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും മാതാപിതാക്കളോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ഉള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവരെ ബോധവാന്മാരാക്കണം. ജീവിത മൂല്യങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭ്യമാകണം. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടയാൾ ഭൂമിയുടെ ആകർഷണ വലയത്തിന് പുറത്തുപോയ റോക്കറ്റ് പോലെയാണ്, ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയും. മൂല്യങ്ങളാണ് നമ്മെ ശരിയായ പാതയിൽ പിടിച്ചു നിർത്തുന്നത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.